ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നുള്ളത് കർണാടകയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള DK ശിവകുമാർ സാറിന്റെ കോളേജിലാണ്. BTech ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ക്യാമ്പസിന്റെ പേര്. ഇവിടെ നമുക്ക് BSc നഴ്സിംഗ് അതുപോലെ അലൈഡ് ഹെൽത്ത് പ്രോഗ്രാംസ് കോഴ്സുകളാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ആ കോഴ്സുകളുടെ റിവ്യൂസും കാര്യങ്ങളും സ്റ്റുഡൻസിന്റെ ഇതും ക്യാമ്പസ് എങ്ങനെയാണ്, ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പോയി നോക്കാം. യെസ്, കം ഓൺ. ഈ ക്യാമ്പസ് നടന്നു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ പണ്ട് കേരളത്തിലുള്ള കോളേജുകളുടെ ഒരു ഓൾഡ് ഗവൺമെന്റ് കോളേജസിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പിലാണ് ക്യാമ്പസ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കേരളത്തിലുള്ള നോർമൽ ഗവൺമെന്റ് ഓൾഡ് ഗവൺമെന്റ് കോളേജുകൾ, ഇപ്പോൾ ചിറ്റൂർ ഗവൺമെന്റ് കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, ആ ഒരു ആംബിയൻസിലാണ് നമുക്ക് ഈ ഒരു ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു വൈബാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ ക്യാമ്പസിലെ ബാക്കിയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് പോയി നോക്കാം. നമ്മൾ BTL കോളേജിലെ ക്ലാസ് റൂമിലേക്കാണ് കയറാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള ക്ലാസ് റൂമാണ്, മോഡേൺ ക്ലാസ് റൂമാണ്. നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂം ആവശ്യമായിട്ടുള്ള ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ബെഞ്ചും ഡെസ്കും ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 10-60 കുട്ടികൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലാസ് റൂമാണ്. നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയുള്ള ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു വൈബ് കിട്ടുന്ന ക്ലാസ് റൂം തന്നെയാണ്. ഇത് വേറൊരു ക്ലാസ് റൂമാണ്, BTLലെ സെക്കൻഡ് ക്ലാസ് റൂം. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം തന്നെയാണ്. ബെഞ്ചും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ട അതേ സ്ഥിതി തന്നെയാണ്. സ്മാർട്ട് ക്ലാസ് റൂമാണ്. കമ്പയർ ടു മറ്റേ ക്ലാസ് റൂം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ്. ഇതാണ് GNM സ്റ്റുഡൻസിന്റെ ക്ലാസ് റൂം ആയിട്ട് വരുന്നത്. ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി ബോർഡും ഇവിടെ കറന്റ്ലി റൺ ചെയ്യുന്നുണ്ട്. GNM സ്റ്റുഡൻസിന്റെ ക്ലാസ് റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതും സ്മാർട്ട് ക്ലാസ് റൂം തന്നെയാണ്. നമ്മുടെ മുന്നിലുള്ളത് BTL കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേറൊരു സംസ്ഥാനത്ത് വരികയാണ്. ഇവിടുത്തെ ഭാഷ കന്നഡയാണ്. അപ്പോൾ കുട്ടികൾക്ക് ടീച്ചേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവിടെ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പാൾ മലയാളിയാണ്. മാമിന്റെ പേര് പുഷ്പകുമാരി എന്നാണ്. മാമാണ് ഇപ്പോൾ കറന്റ്ലി BTL കോളേജിന്റെ പ്രിൻസിപ്പാൾ. നമുക്ക് കോളേജിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പാളോട് ചോദിക്കാം. മാം, പിന്നെ മാം ഇപ്പോൾ പ്രിൻസിപ്പാളായിട്ട് എത്ര വർഷമായി കോളേജിന്റെ? ഞാൻ ഫൗണ്ടർ പ്രിൻസിപ്പൾ ആണ്. 2004 തൊട്ട് ഞാൻ ഇവിടെ ആയിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു, വീണ്ടും തിരിച്ചു ഇവിടെ തന്നെ വന്നു. മാം, മൊത്തം കേരളത്തിൽ നിന്ന് ഇപ്പോൾ കറന്റ്ലി എത്ര സ്റ്റുഡൻസ് നഴ്സിംഗിലും അതേപോലെ തന്നെ അലൈഡിലും ആയിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കും? അറൗണ്ട് 1000. 1000-ഓളം കുട്ടികൾ ടോട്ടലായിട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് അഫിലിയേഷനും കാര്യങ്ങളും INC കേസ് എല്ലാം ഓക്കെ അല്ലേ? കറണ്ട് ഇയർ വരെ 2025 വരെയുള്ള എല്ലാം ലേറ്റസ്റ്റ് ആണ്. അതേപോലെ നമുക്ക് ഹോസ്പിറ്റൽ ട്രെയിനിങ് ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് നാരായണ ഹൃദയാലയ, സാഗർ അപ്പോളോ, പിന്നെ അല്ലാത്ത സ്പെഷ്യാലിറ്റിക്ക് ഓരോരോ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് അപ്പോളോ ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലാണ്. ഓക്കെ, ഫൈൻ. അതേപോലെ നാരായണ ഹൃദയാലയം നമ്മളെ ഈ കോളേജിന് തന്നെ തൊട്ടടുത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഹോസ്പിറ്റലാണ് ട്രെയിനിങ്. കുട്ടികളുടെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗേൾസിന് ഇൻസൈഡ് ദ ക്യാമ്പസ് ആണ്, ബോയ്സിന് ഇൻസൈഡ് ദ ക്യാമ്പസ് ഉണ്ട്. പൊതുവെ കേരളത്തിൽ നിന്ന് വരുന്ന രക്ഷിതാക്കൾക്ക് ഇത്രയും ദൂരം വിടുമ്പോൾ പെൺകുട്ടികളെ സേഫ് ആണോ എന്നുള്ളൊരു അതിനെ കുറിച്ച് 24/24 സെക്യൂരിറ്റി ആണ്. വാർഡൻ ഉണ്ട്. ഈവൻ ഓരോ ഫ്ലോറിന് ഓരോ ഇൻചാർജസ് ഉണ്ട്. പിന്നെ ഔട്ടിംഗ് വന്നിട്ട് മൂവ്മെന്റ് വേസ്റ്റ് നമ്മൾ ടൈം മെൻഷൻ ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ തിരിച്ചു വരണം. മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് ഇൻഫോം ചെയ്യും. അപ്പൊ എന്തായാലും മാമിന്റെ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നു വിചാരിക്കണോ? താങ്ക് യു. നമ്മളിപ്പോൾ ഉള്ളത് BTLന്റെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലാണ്. ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ വലിയ ബിഗ് ഓഡിറ്റോറിയം എന്നല്ല, ഒരു ഏകദേശം 300 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആണ് ഇത്. ഇവിടുത്തെ സ്മോൾ പ്രോഗ്രാംസ്, ഈവെന്റ്സും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ബിഗ് പ്രോഗ്രാംസ് ഇവിടെ പുറത്ത് നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വലിയ സ്റ്റേജും കാര്യങ്ങളെല്ലാം കെട്ടിയിട്ടാണ് വലിയ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യാറുള്ളത്.
നമ്മൾ നിൽക്കുന്നത് ഫൗണ്ടേഷൻ ലാബ്. ഫസ്റ്റ് ഇയറിൽ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാബാണ് ഫൗണ്ടേഷൻ ലാബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് പോവാം. അതായത് ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് BSc നഴ്സിംഗ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ ഇനീഷ്യലി പേഷ്യൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരുടെ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ഈ ഒരു ലാബിൽ നിന്നാണ്. അതിനുശേഷമായിരിക്കും അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ലാബാണ് അനാറ്റമി ലാബ്. അപ്പോൾ നമ്മളെ ശരീരശാസ്ത്രത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഓരോ അവയവങ്ങളും എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ലാബാണ്. ഇതിൻ്റെ ഒരു ബേസിക് ലാബിലുള്ള എല്ലാ ഫെസിലിറ്റീസും കുറേ പാർട്സും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഡമ്മീസും ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലാബ്. അതുപോലെ തന്നെ OBG ആൻഡ് പീഡിയാട്രിക് ലാബ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബാണ്. ഫൈനൽ ഇയറിലാണ് ഈ ലാബിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും വരുന്നത്. അതും ഇവിടെ ഫെസിലിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് BSc നഴ്സിംഗ് ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെം എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളാണ്. നമുക്ക് അവരുടെ അടുത്ത് ജസ്റ്റ് റിവ്യൂ ചോദിക്കാം. പേരെന്തായിരുന്നു മോന്റെ? എന്റെ പേര് ആദിത്യൻ. എവിടെ സ്ഥലം എവിടെയാണ്? ഞാൻ കോട്ടയം. കോട്ടയം. നമ്മളെ ജസ്റ്റിൻ എവിടെയാ? തിരുവല്ല. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തല്ലോ അല്ലേ? ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമ്പസ് ഓക്കെ ആണോ? നമ്മൾ ഹാപ്പി ആണോ? ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഇതിപ്പോ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി നിങ്ങൾ കോളേജ് ഹോസ്റ്റൽ തന്നെയല്ലേ? എവിടെയാ ഹോസ്റ്റൽ? പുറത്താണോ? പുറത്തുണ്ട്, ഇവിടെ ഉണ്ട്, ഉള്ളിലും ഉണ്ട്. നിങ്ങൾ എവിടെ? ഉള്ളിലാണോ പുറത്താണോ? ഓക്കെ ഫൈൻ. ഫുഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ്ലി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഭിപ്രായം നല്ലതാണ്. കേരളത്തിൽ നിന്ന് പുതിയതായിട്ട് അടുത്ത ഈ വർഷത്തേക്ക് വരുന്ന കുട്ടികളോട് പറയാനുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും? ചൂസ് ചെയ്യാൻ അവർക്ക് ചൂസ് ചെയ്യാൻ നല്ല കോളേജാണ്. നല്ല കോളേജാണ്. ശരി, താങ്ക് യു കേട്ടോ. ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. ഇവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന കുട്ടികളാണ്. ഇപ്പം നോക്കാം, അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കാം. പേരെന്തായിരുന്നു? സിജു. സ്ഥലം എവിടെയാ? കണ്ണൂര്. നമ്മള് അമല എവിടെ? സ്ഥലം എവിടെയാ? കണ്ണൂർ തന്നെയാണ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഫൈനൽ ഇയേഴ്സ് ആണല്ലോ. ഈ 4 വർഷം നിങ്ങൾ കറന്റ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങാൻ പോകണം. എന്താ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കാര്യം? ഹാപ്പി ആയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല പ്രോഗ്രാം നടക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ക്യാമ്പസ് നല്ലതാണ്. എന്താ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഗ്രൗണ്ടാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള അൾട്ടിമേറ്റ്. അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ ഉള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഫൈൻ ഫൈൻ. എന്താ ഇപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്? ഫാക്കൽറ്റീസ് എങ്ങനെയായിരുന്നു? കോപ്പറേറ്റീവ് ആയിരുന്നോ? നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാക്കൽറ്റി. നിങ്ങൾ ലാംഗ്വേജിന്റെ ഇഷ്യൂസോ കാര്യങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? എന്താ അധികം മലയാളീസ് തന്നെയാണ്. എല്ലാവരും മലയാളീസ് തന്നെയാണ് ഓൾമോസ്റ്റ്. ഓക്കെ ഫൈൻ. അതേപോലെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് എല്ലാം ഉണ്ട്. അതെവിടെ? ഏത് ഹോസ്പിറ്റൽസിലായിരുന്നു? ഇവിടെ നാരായണ ഹൃദയ. ഓക്കെ. ദെൻ കോളേജ് ഹോസ്റ്റലിലായിരുന്നല്ലോ നിങ്ങൾ താമസം. ഹോസ്റ്റലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫുഡിന്റെ കാര്യത്തിലും അതേപോലെ സ്റ്റേന്റെ കാര്യത്തിലും എല്ലാം ഓക്കെയാണ്. നമ്മളൊന്നും പറയണില്ല. അല്ല, ഹോസ്റ്റലും ഫുഡൊക്കെ ഏറെക്കുറെ കേരള ഫുഡൊക്കെ തന്നെ, മലയാളി ഫുഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ കോളേജിന്റെ കാര്യത്തിൽ 4 വർഷത്തെ കാര്യത്തിൽ ഹാപ്പിയാണ്. താങ്ക് യു. നമ്മളുള്ളത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി കോളേജിൻ്റെ ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഭാഗത്തേക്കാണ്. ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഗേൾസ് ഹോസ്റ്റൽ. അതുകൊണ്ട് തന്നെ സേഫ്റ്റിൻ്റെ കാര്യത്തിലും നടന്നു വരുന്ന ആൾക്കാർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ 100% ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. വിത്തൗട്ട് പെർമിഷൻ അവർക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളിവിടെ മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ GNM സ്റ്റുഡൻസ് ആണ്. GNM ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. നമുക്ക് ജസ്റ്റ് അവരുടെ അടുത്ത് വിശേഷങ്ങളൊന്നും ചോദിക്കാം. നിങ്ങൾ ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ അല്ലേ എല്ലാവരും? എൻ്റെ പേരും സ്ഥലവും ഒന്ന് പറയാമോ? ചരണ ആലപ്പുഴ, കോട്ടയം, കൊല്ലം, ആലപ്പുഴ, കൊല്ലം. ഓക്കെ. കോട്ടയം. ഓക്കെ. അപ്പൊ കോട്ടയം, ആലപ്പുഴ ഭാഗത്തുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ കറന്റ്ലി കോളേജിന്റെ ഇപ്പത്തുള്ള ഈ സെറ്റപ്പ് കാര്യങ്ങൾ ഹാപ്പി ആണോ? ഫസ്റ്റ് ഇയർ ഇപ്പൊ കറന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എക്സാം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്?
പഠിപ്പിച്ചിരുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ലാംഗ്വേജ് ഇഷ്യൂസ് ഒക്കെ കേരള ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളെ ഹോസ്റ്റലിലെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഒക്കെ തരുന്നുണ്ടല്ലോ അല്ലെ? ഉള്ള ഫെസിലിറ്റീസ്, ഒരു റൂമിൽ എത്ര പേര്, അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ? 4 പേരാണ്. അപ്പൊ അതിലും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പഠിക്കാനുള്ള ആംബിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഹാപ്പി ആണോ? ഓക്കെ, ഫൈൻ. ഈ കാണുന്നതാണ് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ ബിൽഡിങ്സ്. ഗേൾസ് ഹോസ്റ്റൽസ് ആണ് ഈ കാണുന്നത്. ക്യാമ്പസിനകത്ത് തന്നെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ക്യാമ്പസിനകത്ത് തന്നെയാണ് ഈ ബിൽഡിങ്സ്. ഒരു 2-3 പാർട്ടായിട്ടാണ് ബിൽഡിങ്സ് കിടക്കുന്നത് ക്യാമ്പസിലുള്ള തന്നെ. അത്യാവശ്യം നല്ല സേഫ്റ്റി ഉണ്ട്, വാർഡൻ ഉണ്ട്, അവർക്ക് സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്. ഒരു ചെറിയ പെർസെൻറ്റേജും കൂടെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഈ ക്യാമ്പസിലില്ല, സെക്യൂരിറ്റിൻ്റെ കാര്യത്തിൽ. ലൊക്കേഷനാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് കറക്റ്റായിട്ട് ഈ കോളേജ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ബൊമ്മസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. മെജസ്റ്റിക്കിൽ നിന്ന് ഏകദേശം നമുക്ക് മെട്രോയിൽ വരികയാണെങ്കിൽ ഒരു 30 മിനിറ്റ് സമയം, ആ ഒരു സമയം കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. നിയർ ബൈ ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്, ബൊമ്മസാന്ദ്ര മെട്രോ സ്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നാട്ടിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ ഈ ക്യാമ്പസിന് മുന്നിലൂടെ തന്നെ പോകുന്നത്. ബൊമ്മസാന്ദ്ര എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ക്യാമ്പസിലോട്ട്. ട്രെയിനിൽ വരുന്ന കുട്ടികൾക്കാണ് പറഞ്ഞത് മെജസ്റ്റിക്കിൽ നിന്ന് നേരിട്ട് ട്രെയിൻ മെട്രോ കയറി നേരെ ഇവിടെ വന്ന് ഇറങ്ങാം, 1.5 മണിക്കൂർ ദൂരേ ഉള്ളൂ. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള യാത്രാ സൗകര്യം, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഫൈനൽ റിവ്യൂയിലേക്ക് നമ്മൾ എത്തുവാണെങ്കിൽ നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ DK ശിവകുമാർ സാറ് ചെയർമാൻ ആയിട്ടുള്ള ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ BTL ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഫിലിയേഷൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ആയാലും എല്ലാ വർഷവും KNC എല്ലാ വർഷവും റിന്യൂ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസാണ്. ഹോസ്പിറ്റൽ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് ഇവർക്ക് എല്ലാ ഇന്റേൺഷിപ്പിനും കാര്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ കറൻ്റ്ലി നമ്മൾ 2nd ഇയർ 3rd ഇയർ 4th ഇയർ സ്റ്റുഡൻസ് എല്ലാവരെയും കണ്ടു, എല്ലാവരുമായിട്ട് സംസാരിച്ചു. 1-2 കുട്ടികളുടെ റിവ്യൂസ് നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. GNMൻ്റെ കേസ് ആണെങ്കിലും ശരി, കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ കറൻ്റ്ലി ഹാപ്പിയാണ്. ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും കേരള ഫുഡ് തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിലും അവർ ഹാപ്പിയാണ്. ഒരു റൂമിൽ 4 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ, കൺജസ്റ്റഡ് ഒന്നും അല്ല എന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് റിവ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കേരളത്തിൽ നിന്ന് വരുന്ന മക്കൾക്ക് പഠിക്കാൻ നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു വൈബുള്ള ഒരു കോളേജ് തന്നെയാണ്. ധൈര്യത്തിലെടുത്ത് പഠിക്കാം. പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി നമുക്ക് 10-ൽ 9 പോയിന്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ്.